Hi dear students, next video is a theorem. The theorem a non-empty graph G is bipartite and only if it has no odd cycles. അപ്പോൾ എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കുക? We assume that a graph G is bipartite. Then we prove that it has no odd cycles. അപ്പൊ ആദ്യം എന്താണ് ഈ തിയറം പ്രൂവ് ചെയ്യാൻ ആദ്യം എന്താണ് ഓഡ് സൈക്കിള് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം C3 എന്ന് പറഞ്ഞാൽ ഇതാണ്. C3 എന്ന് പറഞ്ഞാല് ഇപ്പോ U1 U2 U3 നമ്മൾ പറയുകയാണെങ്കിൽ C3 U1 U1 U2 U3 U1. This is an odd cycle C3, right? And C5 is an odd cycle. ഓഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ഓഫ് എഡ്ജസ് ഉള്ള സൈക്കിളിനാണ് ഓഡ് സൈക്കിൾ എന്ന് പറയാം. അപ്പോ നമുക്ക് ഒരു ബൈപാർട്ടേറ്റ് ഗ്രാഫിന് ഓഡ് സൈക്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്ന് നമുക്കറിയാം, ഗ്രാഫിനെ വെർട്ടെക്സിനെ രണ്ട് സെറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും, മുകളിലും താഴെയും. മുകളിൽ താഴേക്ക് മാത്രമേ എഡ്ജ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള ഇതിനാണ് നമ്മൾ ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്ന് പറയാം. അപ്പൊ ഈ ഗ്രാഫില് ഓഡ് സൈക്കിളേ ഉണ്ടാവുള്ളൂ. അതോ അതിലേതെങ്കിലും സൈക്കിൾ ഉണ്ടെങ്കിൽ അത് ഓടായിരിക്കും, അല്ലെങ്കിൽ ഓഡ് സൈക്കിൾ ആണെങ്കിൽ ആ ഗ്രാഫ് ബൈപാർട്ടേറ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയണത്. ഓടല്ലാത്ത സൈക്കിൾ വരില്ല. അതിന് കാരണം എന്താന്ന് നമുക്ക് ആലോചിച്ചറിയാം. കാരണം ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഇവിടെ നിന്ന് ഒരു എഡ്ജ് സ്റ്റാർട്ട് ചെയ്താൽ അതിന് എന്തായാലും താഴേക്കേ പോകാൻ പറ്റുള്ളൂ. പിന്നെ താഴെ എവിടേക്കും പോകാൻ പറ്റില്ല, മുകളിലേക്കേ പോകാൻ പറ്റുള്ളൂ. പിന്നെ താഴേക്കേ പോകാൻ പറ്റുള്ളൂ. പിന്നെ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ താഴേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് സൈക്കിൾ വിത്ത് എഡ്ജസ് E1 E2 E3 E4 and E5. എത്ര എഡ്ജ് ഉണ്ട്? 5 എഡ്ജ്. ദാറ്റ്സ് എ ഓഡ് സൈക്കിൾ. അപ്പൊ എങ്ങനെ ബൈപാർട്ടേറ്റ് ഗ്രാഫിൽ നമ്മൾ എങ്ങനെ സൈക്കിൾ ഉണ്ടാക്കിയാലും അതൊക്കെ ഓഡ് സൈക്കിൾ ആയിരിക്കും. എല്ലാ വെർട്ടെക്സും ഉൾക്കൊണ്ടുകൊണ്ടായിക്കൊള്ളുന്നില്ല. എങ്ങനെ അതിലുള്ള സൈക്കിളും ഓഡ് സൈക്കിൾ ആയിരിക്കും. ഒരിക്കലും ഈവൻ സൈക്കിള് ഇറ്റ് കണ്ടെയ്ൻസ് നോ ഓഡ് സൈക്കിൾ എന്നാണ്. E1 E2 ഇതണില്ല, E3 E4 E4 E3 E4 ഇത് E5 ഇത് E6. 6 ഉണ്ടാവുക. 6 സൈക്കിൾ ആണ് ഇത്. അപ്പൊ ഓഡ് സൈക്കിൾ ഉണ്ടാവില്ല, ഈവൻ സൈക്കിൾ മാത്രമേ പോസിബിൾ ഉള്ളൂ എന്നുള്ളതാണ് ബൈപാർട്ടേറ്റ് ഗ്രാഫിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇത് നമ്മളൊരു തിയറം പ്രൂഫ് ആയിട്ട് പറയാൻ പോകണം. ഓക്കെ, അപ്പൊ ഈ തിയറം പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്താ അസ്യൂം ചെയ്യണം? എ ഗ്രാഫ് G ഈസ് ബൈപാർട്ടേറ്റ് എന്ന് അസ്യൂം ചെയ്യണം. നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഇറ്റ് കണ്ടെയ്ൻ നോ ഓഡ് സൈക്കിൾ എന്ന് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ അതിലെ സൈക്കിളൊക്കെ ഈവൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ പ്രൂഫ് തുടങ്ങാണ്.
because G is a bipartite graph. ബൈപാർട്ടേറ്റ് ഗ്രാഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുകളിലുള്ള ഐഡിയ ഉണ്ടല്ലോ, വെർട്ടെക്സിനെ മുകളിലും താഴേക്ക് എഴുതാൻ പറ്റും. മുകളിലുള്ള തമ്മിൽ എഡ്ജ് ഉണ്ടാവില്ല, താഴേക്ക് എഡ്ജ് ഉണ്ടാവുള്ളൂ. അപ്പോ അതിന്റെ വെർട്ടെക്സ് സെറ്റ് let V be the vertex set, then V can be written as X union Y be the partition. ബൈപാർട്ടീഷൻ ആണെങ്കിൽ അങ്ങനെ ഒരു ബൈപാർട്ടീഷൻ ഉണ്ടാവും. ഗ്രാഫിന്റെ ബൈപാർട്ടീഷൻ എക്സ് യൂണിയൻ വൈ ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ജിയില് ഓഡ് സൈക്കിൾ ഇല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ജിയില് ഓഡ് സൈക്കിൾ ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക, ജിയിൽ ഒരു സൈക്കിൾ അങ്ങോട്ട് എടുക്കുക. ജിയിൽ ഒരു ഓഡ് സൈക്കിൾ ഇല്ലാന്നേ ഉള്ളൂ, ഈവൻ സൈക്കിൾ ഉണ്ട് എന്നില്ല കേട്ടോ. ജിയിൽ ഒരിക്കലും ഓഡ് സൈക്കിൾ ഉണ്ടാവാൻ കഴിയില്ല എന്ന് മാത്രമേ പ്രൂവ് ചെയ്യണ്ടുള്ളൂ, ഈവൻ സൈക്കിൾ ഉണ്ട് എന്നല്ല. അപ്പൊ എന്താണ് ശരിക്കും പ്രൂവ് ചെയ്യുക, ഒരു സൈക്കിള് ജിയിൽ ഏതെങ്കിലും സൈക്കിൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും എന്താവില്ല, ഓടാവില്ല. അഥവാ സൈക്കിൾ ഉണ്ടെങ്കിൽ അത് ഈവൻ ആണെന്ന് മാത്രമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ജി കണ്ടെയ്ൻസ് നോ ഓഡ് സൈക്കിൾസ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. That is, if G has a cycle, it must not be odd or it must be even. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മളൊരു സൈക്കിൾ എടുക്കുക. C equal to V0, V1, V2, etc. Vk, V0. ഇത് ഒരു സൈക്കിൾ ആണെന്ന് കിട്ടും അല്ലെ. ഇങ്ങനെ ഒരു സൈക്കിൾ ഒക്കെ അല്ലെ. BA let BA cycle in G. ഈ സൈക്കിളിൽ എത്ര എഡ്ജ് ഉണ്ട്, V0 V1 ഫസ്റ്റ് എഡ്ജ്, V1 V2 സെക്കൻഡ് എഡ്ജ്, Vk -1 Vk kth എഡ്ജ്, Vk V0 k+1 എഡ്ജ് ഉണ്ട്, k+1 എഡ്ജ് ഉണ്ട്. അപ്പോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ദിസ് ആൻ ഈവൻ സൈക്കിൾ എന്നാണ്. we must prove or we shall prove C is an even cycle. ഇപ്പൊ നമുക്ക് പ്രൂഫ് തുടരാം. നമ്മൾ വെറുതെ ഇങ്ങനെ എക്സും വൈയും ഒന്ന് ഇങ്ങനെ എഴുതി നോക്കുക. എക്സില് വെർട്ടീസ് ഇങ്ങനെ കുറെ വെർട്ടക്സ് ഉണ്ടാവും, ഒരുപാട് എത്ര എണ്ണാന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുറെ ഇട്ടു. എക്സില് വൈയില് കുറെ ഉണ്ടാവും, രണ്ട് ഈക്വൽ ആയിക്കൊണ്ടൊന്നുമില്ല. അപ്പോ V0 എന്നുള്ളത് എക്സിൽ വെച്ച് തുടങ്ങാം. V0 എന്നുള്ളത് എക്സിൽ വെച്ച് തുടങ്ങാം. ഇപ്പൊ V1 എന്നുള്ള അടുത്ത ഇതിലെ ഫസ്റ്റ് എഡ്ജ് ആണ്. V0 എന്ന് V1ലേക്ക് പോകണം. അപ്പൊ V0 എന്ന് V1ക്ക് ഒരു എഡ്ജ് ഉണ്ടാവും. അത് അപ്പൊ V1 ഇവിടെ പറ്റുമോ? ഇല്ല, കാരണം ഇത് ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആയതുകൊണ്ട് രണ്ടാമത്തെ വെർട്ടെക്സ് വൈയിലേ പറ്റുള്ളൂ. അപ്പോ V0 V1 ഇവിടെ വരാൻ പറ്റുള്ളൂ, റൈറ്റ്? ഇനി V1 എന്ന് V2 സെക്കൻഡ് ഇതിലേ പറ്റുള്ളൂ. അപ്പൊ V2 ഇവിടെയാണ് വിചാരിക്കുക, V2. ഇനി V3 എവിടെ ഉണ്ടാവാ? V3 എവിടെ പറ്റുള്ളൂ? സെക്കൻഡിലേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ Vk മുകളിലാണോ താഴെയാണോ വരിക? അല്ലെങ്കിൽ ഇതാ അങ്ങനെ V3, ഇനി V4 എന്തായാലും മുകളിലായിരിക്കും. V5 എന്ന് പറഞ്ഞാൽ അങ്ങനെ V5 ഇങ്ങനെ വരും, ഇങ്ങനെ. ഇനി നമ്മളുടെ അപ്പൊ നമുക്ക് കിട്ടിയൊരു കാര്യം നോക്കാം. മുകളിൽ V0, V2, V4 എക്സെട്ര. അപ്പോ രണ്ട് ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്താ പറയാ, ഈവൻ സഫിക്സ് ഉള്ളൊക്കെ എക്സിൽ വരും, ഓഡ് സഫിക്സ് ഉള്ളൊക്കെ വൈയിൽ വരും. ഓക്കെ, ഇനി
ഇങ്ങനെയാണെങ്കിൽ വി കെ മുകളിലാണോ താഴെയാണോ വരിക എന്നുള്ളതാണ്. വി കെയിൽ നിന്ന് എങ്ങോട്ടാണ് എഡ്ജ് പോണേ? വി കെയിൽ നിന്ന് എങ്ങോട്ടാണ് എഡ്ജ് പോണേ? വി നോട്ടിലേക്ക്. അപ്പൊ വി കെയിൽ നിന്ന് വി നോട്ടിലേക്ക് എഡ്ജ് ഉണ്ടാവണമെങ്കിൽ വി കെ എവിടെ ആവണം? താഴെ ആവണം. അപ്പൊ വി കെ is somewhere here and vk v0 is an edge in the graph. So vk will be in y. So നമ്മൾ ഇത് എഴുതി തുടങ്ങാം. പ്രൂഫ് let v0 belongs to x, then v1 belongs to y, v2 belongs to x, etc. v3 belongs to y, etc. That is v0, v2, v4, v6, etc. belongs to x, v1, v3, v5, etc. v7, etc. belongs to y. So all even suffixes belongs to x and odd suffixes belongs to y. Okay ആണല്ലോ. ഇനി നമ്മൾ എങ്ങനെ vk നെ കുറിച്ച് പറയും? Since vk v0 ഈ സൈക്കിളിൽ വരുന്ന ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ v0 v1 എന്ന് പറഞ്ഞ ഒരു എഡ്ജ് ആണ്. v1 v2 പറഞ്ഞ അടുത്ത എഡ്ജ് ആണ്. v2 v3 പറഞ്ഞ അടുത്ത എഡ്ജ് ആണ്. അപ്പൊ ഈ സൈക്കിളിൽ അടുത്ത് വരുന്ന വെർട്ടെക്സ് ഒക്കെ തമ്മിൽ എഡ്ജ് ഉണ്ട്. അപ്പൊ ഈ സൈക്കിളിന്റെ അവസാനമാണ് vk v0. അപ്പൊ vk v0 is an edge of G ഒരു എൻഡ് എക്സിലും ഒരു എൻഡ് വൈയിലേക്ക്. ഏത് എഡ്ജിനും ബൈപാർട്ടീറ്റ് ഗ്രാഫിനെ കുറിച്ച് നമുക്കറിയാം. ആൻഡ് v0 belongs to x, vk must be belongs to y. vk വൈയിലാണെങ്കിൽ നോക്കുക, വൈയിലുള്ള സഫിക്സുകളുടെ പ്രത്യേകത നോക്കുക. 1, 3, 5, 7, etc. Therefore k is odd. അപ്പൊ നോക്ക, ഇനി വെറുതെ നോക്കുക. v0 v1 v3 v0 ഓഡ് സൈക്കിൾ ആണോ ഈവൻ സൈക്കിൾ ആണോ? ഒരു എഡ്ജ്, രണ്ട് എഡ്ജ്, മൂന്ന് എഡ്ജ് അല്ലേ? v0 എന്ന് v1ക്ക് ഒരു എഡ്ജ്, രണ്ട് എഡ്ജ്, മൂന്ന് എഡ്ജ്, നാല് എഡ്ജ്, അഞ്ച് എഡ്ജ്. v0 v1 v1 v2 v2 v3 v3 v0. v0 v1 v1 v2 v2 v3 v3 v0. എത്ര എഡ്ജ് വരും? 4 എഡ്ജസ് ആണ് വരിക. v0 v1 v2 v3 v4 v5 v0. എത്ര എഡ്ജ് വരും? 1 2 3 4 5 6. So if k is odd, v0 v1 v2 etc. vk v0 is an even cycle. So k is odd എന്ന് കിട്ടുന്നതിനാണ് നമ്മളുടെ പ്രൂഫ്. അപ്പോൾ c is an even cycle എന്ന് നമുക്ക് കിട്ടും. That is the proof of the first part. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ കയ്യിൽ നോട്ട് അയച്ചിട്ടുണ്ട്, അത് ഒന്നുകൂടി ഇത് തന്നെയാണ്, ഇത് ഈ നോട്ട് തന്നെയാണ് അത്. ഓക്കെ, ഇനി ഇതിന്റെ കോൺവേഴ്സ് പ്രൂവ് ചെയ്യാം. കോൺവേഴ്സ് പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രാഫ് കണക്റ്റഡ് ആണ് എന്നുകൂടി അസ്യൂം ചെയ്യുന്നുണ്ട്. അങ്ങനെ കണക്റ്റഡ് അല്ലെങ്കിൽ പ്രൂഫ് കുറച്ചുകൂടി ഓരോ കമ്പോണന്റിൽ നോക്കേണ്ടി വരും. കണക്റ്റഡ് ആണ് ഒറ്റ ഗ്രാഫുകളിൽ ഉണ്ടാവുക. അപ്പൊ ഗ്രാഫ് കണക്റ്റഡ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ റിവേഴ്സ് ഇംപ്ലിക്കേഷൻ ആണ് ആ നോട്ടില് എഴുതിയപ്പോ അത് എഴുതിയിട്ടുണ്ട്. സപ്പോസ് G is a non-empty connected
graph with no odd cycles. ഓഡ് സൈക്കിൾ ഇല്ലാത്ത നോൺ എംപ്റ്റി ഗ്രാഫാണ് ജി എന്ന് അസ്യൂം ചെയ്യാം. ഇപ്പോ നമ്മൾ ആദ്യം ഗ്രാഫിൽ ഒരു ഫിക്സ്ഡ് വെർട്ടെക്സ് ലെറ്റ് യു ബി എ ഫിക്സ്ഡ് വെർട്ടെക്സ്. ഇനി യു വെച്ചിട്ടാണ് നമ്മൾ എക്സും വൈയും സെറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇങ്ങനെ നേരിട്ടായത് ഇവിടെ തന്നെ സൈക്കിൾ ഫുള്ളായി. രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈവൻ സൈക്കിളുകൾ മാത്രമുള്ള ഗ്രാഫാണ് നമ്മളുടെ ഗ്രാഫ്. യെസ്, ഗ്രാഫില് ഓഡ് സൈക്കിൾ ഇല്ല. ഈവൻ സൈക്കിൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സൈക്കിൾ ഇല്ല, അങ്ങനെ ഗ്രാഫ്. യെസ്. അപ്പൊ ഈ ഗ്രാഫില് യു എന്നുള്ള ഒരു വെർട്ടെക്സ് നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി ഈ യുവിൽ നിന്ന് ഷോർട്ടസ്റ്റ് യു വി പാത്തിന്റെ ലെങ്ത് നോക്കും ഓരോ വെർട്ടെക്സിലേക്കും. ഉദാഹരണമായിട്ട് ഇതിന് U1 എന്ന് പേരെടുത്തു. U1ലേക്കുള്ള പാത്തിന്റെ ലെങ്ത് എത്രയാണ്? 1 യൂണിറ്റ് ആണ്. അപ്പൊ എത്രയാണ്? ഓഡ് ലെങ്ത് ആണ്. അതേസമയം ഇതിന് V1 എന്ന് പേരെടുത്തു. ഇതിലെ ലെങ്ത് എത്രയാണ്? ഈവൻ ലെങ്ത് ആണ്. ഇങ്ങോട്ട് ഇതിന് U2 എന്ന് പേരെടുത്തു. എത്രയാണ്? ഓഡ് ലെങ്ത് ആണ്. ഇതിന് V2 എന്ന് പേരെടുത്തു. ഈവൻ ലെങ്ത് ആണ്. ഇങ്ങോട്ടുള്ള ലെങ്ത് എന്താണ്? ഇതിലൂടെ പോകുന്നതിനേക്കാളും ഇതിലാണ് സൗകര്യം. അപ്പൊ ഇങ്ങോട്ട് ഈവൻ ലെങ്ത് ആണ്. അപ്പൊ ഇതിന് V3 എന്ന് പേരെടുത്തു. ഇങ്ങോട്ട് ഇതിലൂടെ പോകുമ്പോ കുറച്ച് ഇങ്ങോട്ടോ ഇതിലൂടെ പോകുമ്പോ 1 2 3 വരും. ഇതിലൂടെ പോകുമ്പോൾ 1 2 3 വരും. എന്തായാലും 3 വരും. അപ്പൊ ഇതിന് ഓഡ് ആയതുകൊണ്ട് ഇതിന് U3 എന്ന് പേരെടുത്തു. ഇങ്ങനെ നമ്മൾ ഗ്രാഫിന് ഇങ്ങനെ പേര് കൊടുക്കുക. ഇത് U4 ആയിരിക്കും, ഇത് U5 ആയിരിക്കും, അങ്ങനെ. ഇത് V4 ആയിരിക്കും, ഇത് V5 ആയിരിക്കും, ഇത് U6 ആയിരിക്കും, അങ്ങനെ. ഇത് U7 ആയിരിക്കും, ഇത് V6 ആയിരിക്കും. റൈറ്റ്. അപ്പൊ നമ്മളെ യുവിൽ നിന്നുള്ള ദൂരം നോക്കുക. യുവിൽ നിന്നുള്ള ഈവൻ ഡിസ്റ്റൻസ് ഉള്ള പോയിന്റുകൾക്ക് നമ്മൾ എക്സ് എന്ന് പേരിട്ടു. അപ്പൊ നമ്മളുടെ എക്സിൽ ഏതൊക്കെ ഉണ്ടാവും? എക്സിൽ ഈവൻ ഡിസ്റ്റൻസ് ഉള്ള യുവിൽ നിന്ന് ഈവൻ ഡിസ്റ്റൻസ് ഷോർട്ടസ്റ്റ് പാത്തിന്റെ ലെങ്ത് ഈവൻ ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കാം. അപ്പോ യുവിൽ നിന്ന് V1 വരും, V2 വരും, V3 വരും, V4 വരും, V5 വരും, V6 വരും. ഇതായിരിക്കും എക്സ്. Y എന്തായിരിക്കും? U1, U2, U3, U4, U5, U6, U7 ആയിരിക്കും അല്ലേ? അപ്പോ ഷോർട്ടസ്റ്റ് യു വി പാത്തിന്റെ ലെങ്ത് ഈവൻ ഉള്ളത് എക്സും ഓഡ് ഉള്ളത് വൈയും ആയിട്ടുള്ള എടുക്കാം. ഇങ്ങനെ എടുത്താല് എക്സ് യൂണിയൻ വൈ ഈസ് എ ബൈ പാർട്ടീഷൻ ഓഫ് ഇത്
അല്ലെ എക്സ് യൂണിയൻ വൈ യു ഈക്വൽ ടു വി ഈക്വൽ ടു എക്സ് യൂണിയൻ വൈ എന്ന് എഴുതാൻ പറ്റും. ഇതിന്റെ മൊത്തം വെർട്ടെക്സ് സെറ്റ് എന്നും ക്ലിയർ ആണ്. വി ഹാവ് ടു ദിസ് എ ബൈപാർട്ടീഷൻ എന്ന് പറഞ്ഞാല് ഈ ഗ്രാഫിലെ ഏത് എഡ്ജ് എടുത്താലും അതിന്റെ ഒരു എൻഡ് എക്സിലും ഒരു എൻഡ് വൈയിലും ആയിരിക്കും എന്നാണ് ബൈപാർട്ടീഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇ ഈക്വൽ ടു വി ഡബ്ല്യു. അപ്പൊ വി ഡബ്ല്യുല് വി എക്സിലാണെങ്കിൽ ഡബ്ല്യു വൈയിലാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോ വി ആൻഡ് എഡ്ജ് ഓഫ് ജി we shall prove v belongs to x if v belongs to x w belongs to y എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം നമ്മള് വിയും ഡബ്ല്യൂയും എക്സിലാണെന്ന് വിചാരിക്കുക. ഇപ്പൊ വിയും ഡബ്ല്യൂയും എക്സിലാണെങ്കിൽ നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടും. വിയും ഡബ്ല്യൂയും എക്സിലാണെങ്കിൽ ഈ എഡ്ജ് എക്സില് രണ്ട് വെർട്ടെക്സ് തമ്മിൽ ഒരു എഡ്ജ് ഉണ്ടാവില്ല, കാരണം ബൈപാർട്ടിയുടെ ഗ്രാഫിൽ ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോ അതാണ് നമ്മൾ കോൺട്രഡിക്ഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് കോൺട്രഡിക്ഷൻ ഉണ്ടാക്കാൻ നമ്മൾ ഈ യു എന്നുള്ള ഐഡിയ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ഈ ഗ്രാഫിലേക്ക് തന്നെ വരിക. നമ്മള് ഇതാ ഈ V5 ആണ് വി എന്ന് വിചാരിക്കുക, ഇതാണ് വി എന്ന് വിചാരിക്കുക, ഇതാണ് ഡബ്ല്യു എന്ന് വിചാരിക്കുക. ഇത് രണ്ട് എക്സിലെ ആളുകളാണല്ലോ. ഇത് തമ്മിൽ ഒരു എഡ്ജ് ഉണ്ട് എന്ന് വിചാരിക്കുക, റൈറ്റ്? ഇത് തമ്മിൽ ഒരു എഡ്ജ് ഉണ്ട് എന്ന് വിചാരിക്കുക. എഡ്ജ് നമ്മൾ വരച്ചപ്പോ തന്നെ കണ്ടോ നിങ്ങൾ അവിടെ ഓട് സൈക്കിൾ ഫോം ചെയ്ത്? യെസ് അല്ലെ? അത് വരക്കുമ്പോ തന്നെ അവിടെ എന്തായി? ഓട് സൈക്കിൾ ഫോം ചെയ്തു. പക്ഷെ നമ്മൾ ഈ വരച്ച ഗ്രാഫിന്റെ കുഴപ്പം കൊണ്ടാണ് വിചാരിക്കുക, നമ്മളിപ്പോ മൈൻഡ് ചെയ്യേണ്ട. വി ഷാൽ കൺസ്ട്രക്ട് എ കോൺട്രഡിക്ഷൻ. നമ്മള് യുവിൽ നിന്ന് വിയിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത് എടുക്കുക. യുവിൽ നിന്ന് വിയിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത് എടുക്കുക. യുവിൽ നിന്ന് വിയിലേക്കുള്ള പാത്തിന്റെ ലെങ്ത് ഈവൻ ആയതുകൊണ്ടാണ് വിയും ഡബ്ല്യൂയും എവിടെയാണ് നമ്മൾ എടുത്തത്? എക്സിലാണ്. എക്സിന്റെ ഡെഫിനിഷൻ തന്നെ എന്താണ്? യുവിൽ നിന്ന് വെർട്ടെക്സിലേക്കുള്ള ദൂരം എന്താണ്? ഈവൻ ആണ്. അപ്പൊ യുവിൽ നിന്ന് വിയിലേക്കുള്ള ദൂരം യുവിൽ നിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ദൂരം ഈവൻ ആയി കിട്ടണം. അപ്പോ യുവിൽ നിന്ന് വിയിലേക്കുള്ള പാത്ത് നമ്മൾ എടുക്കുക. യു വി പാത്തിന് നമ്മൾ പി എന്ന് കൊടുക്കുക. ഇപ്പൊ പി എന്ന് പറഞ്ഞാൽ യു തുടങ്ങിയിട്ട് വി വരെ ഉണ്ടാവുക. ഇതിന്റെ ഇടയിൽ കുറെ വെർട്ടെക്സുകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇതിന് ഈ പാത്തിന് നമ്മള് U1 is U, U2 etc. U2m plus 1 എടുക്കുക. കാരണം ഈവൻ നമ്പർ ഓഫ് വെർട്ടെക്സ് കൊണ്ടാണ് ഓഡ് നമ്പർ ഓഫ് വെർട്ടെക്സ് ആണ് ഈവൻ സൈക്കിളിൽ ഉണ്ടാവുക, അല്ലെ? ഈവൻ പാത്തിൽ ഉണ്ടാവുക. ദിസ് ആൻ ഈവൻ പാത്ത്. ഈ രണ്ട് എത്ര 2m എഡ്ജസ് ഉണ്ടാവും ഈ ഗ്രാഫിൽ, ഈ പാത്തില്. അപ്പോ U1 U2 എക്സെട്ര U2m പ്ലസ് 1. ഈ U1 എന്ന് പറഞ്ഞാല് U ആണ്, U2m പ്ലസ് 1 എന്ന് പറഞ്ഞാൽ V ആണ്. ദിസ് ഇസ് ദ ഷോർട്ടസ്റ്റ് UV പാത്ത് ഇൻ ദ ഗ്രാഫ്. അതേപോലെ ഷോർട്ടസ്റ്റ് UW പാത്തും എടുക്കുക. VW അല്ലെ? VW നമ്മൾ യുവിൽ നിന്ന് വിയിലേക്കുള്ള പാത്തും യുവിൽ നിന്ന് ഡബ്ല്യൂയിലേക്കുള്ള പാത്തും എടുക്കുക. Q equal to UW path. And നേരത്തെ പോലെ നമ്മൾ ഇതിന് പേര് കൊടുക്കുക W1 W2 എക്സെട്ര W2n plus 1 എന്ന് പേരെടുക്കുക. ഇവിടെ ഈ U1ഉം W1ഉം തന്നെയാണ്, U തന്നെയാണ്.
u2m + 1 എന്താണ്? v ആണ്. w2m + 1 എന്താണ്? w ആണ്. പക്ഷേ ഈ വിയും ഡബ്ല്യൂയും തമ്മിൽ ഒരു എഡ്ജ് ഉണ്ട് നമുക്കറിയാം. അതാണ് നമ്മളുടെ ഇ, റൈറ്റ്? അതാണ്, അങ്ങനെ ഒരു എഡ്ജ് ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യണത്, റൈറ്റ്? അപ്പൊ ഇനി നമ്മളുടെ അടുത്ത ആർഗ്യുമെന്റ് എന്താണെന്ന് നോക്കുക. ഈ രണ്ട് പാത്തിലും കോമൺ വെർട്ടെക്സ് ഉണ്ടോ എന്ന് നോക്കുക. നമുക്ക് ഉറപ്പായിട്ടും കോമൺ വെർട്ടെക്സ് ഉണ്ടാവണം എന്ന് ഉറപ്പൊന്നുമില്ല, കാരണം കോമൺ വെർട്ടെക്സ് വരും. കാരണം യുവിൽ നിന്ന് വിയിലേക്കുള്ള പാത്ത്, യുവിൽ നിന്ന് ഡബ്ല്യൂയിലേക്കുള്ള പാത്ത്. യുവിൽ നിന്ന് വിയിലേക്ക് പോകുമ്പോ യുവിൽ നിന്ന് വിയിലേക്ക് പോയ വഴിക്ക് തന്നെയാണ് യുവിൽ നിന്ന് ഡബ്ല്യൂയിലേക്കും പോവുക, അല്ലെ? കാരണം ഷോർട്ടസ്റ്റ് പാത്ത് എടുക്കുമ്പോൾ അങ്ങനെ തന്നെ പോകേണ്ടി വരും. ഇനി ഈ പാത്തിലെ കോമൺ ആയിട്ടുള്ള ലാസ്റ്റ് വെർട്ടെക്സ് ഏതാണ്? ഈ രണ്ട് പാത്തിലും കോമൺ ആയിട്ടുള്ള ലാസ്റ്റ് വെർട്ടെക്സ് ഏതാണ്? v5 തന്നെയാണ്. അപ്പോ ഈ v5 എന്ന് പറഞ്ഞാല് അത് രണ്ടിലും ഉണ്ട്. അതുകൊണ്ട് യുനും അതിന് പേര് കൊടുക്കേണ്ടി വരും, യുവിന് അതിന് പേര് കൊടുക്കേണ്ടി വരും. കാരണം എന്താ? ഇത് രണ്ട് പാത്തിലും ഉണ്ടല്ലോ. അപ്പോ ഇതിന്റെ അല്ലെ യെസ്. അപ്പൊ നമ്മള് p = നമ്മളുടെ p എന്നുള്ള പാത്ത് u1 u2 എക്സെട്ര u2m + 1 ഇതിലും ഉണ്ട് ആ സാധനം, രണ്ടാമത്തെ പാർട്ടിലും അതുണ്ട്. ഇനി രണ്ടിലും ഒരേ സഫിക്സിലാണ് അത് വരിക. ഇതില് ഇതിന് ആ വെർട്ടെക്സ് ആ പോയിന്റ് നമ്മൾ w' എന്ന് പേരെടുത്താല്, അതായത് പിന്റെയും യുവിന്റെയും കോമൺ ആയിട്ടുള്ള ലാസ്റ്റ് വെർട്ടെക്സിന് നമ്മൾ w' എന്ന് പേരെടുത്താല് that w' is the same position in p and q, since പിയിൽ നിന്ന് w' വഴി വിയിലേക്ക് നമ്മൾ പോകുന്നു, പിയിൽ നിന്ന് w' വഴി നമ്മൾ ഡബ്ല്യൂയിലേക്ക് പോകുന്നു. അപ്പൊ യുവിൽ നിന്ന് w'-ലേക്കുള്ള ദൂരം രണ്ടും ഒരേ ഡിസ്റ്റൻസ് ആവേണ്ടി വരും. അല്ലെങ്കിൽ ഏതാണ് ഷോർട്ടസ്റ്റ് അത് നമ്മൾ രണ്ടിലും എടുത്താൽ പോരെ. കാരണം നമുക്ക് നമ്മൾ പിയും ക്യൂവും വെറും പാത്തല്ല, യു വി പാത്തും യു ഡബ്ല്യു പാത്തും അല്ല, ഷോർട്ടസ്റ്റ് ആണ്. അപ്പൊ w' വഴിയാണ്, രണ്ടിലും w' ഉണ്ടെങ്കിൽ യുവിൽ നിന്ന് w'-ലേക്കുള്ള ദൂരവും രണ്ട് പാത്തിലും സെയിം ആയിരിക്കണം. അപ്പോ ഇതിൽ u1 u2 എക്സെട്ര ui ആണ് എത്തിയെങ്കിൽ ഇതിൽ w1 w2 എക്സെട്ര wi ആണ് എടുക്കുക. കാരണം ഏതിലാണോ കുറവ് അത് രണ്ടിലും റീപ്ലേസ് ചെയ്യാലോ, പാത്ത് പിന്നെയും ചുരുക്കാലോ. അപ്പോ അതാണ് നമ്മളുടെ ആർഗ്യുമെന്റ്. w' uw' then path uw' paths in p and q have the same length. കാരണം ഷോർട്ടസ്റ്റ് പാത്ത് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് uw' ui എന്നും wi ഈക്വൽ ആണെന്ന് പറയാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന പാത്ത് നോക്കുക. നമ്മളുടെ പാത്ത് ഇങ്ങനെ പോവാ. ui കഴിഞ്ഞ ui + 1 ഉണ്ടാവും. ui കഴിഞ്ഞ ui + 1 ഇങ്ങനെ നമ്മള് എവിടെ എത്തും? u2m + 1 എത്തും. അപ്പൊ നമ്മൾ എവിടെ എത്തിയ? വിയിലാണ് എത്തിയത്. ഇനി vw എന്ന് പറയുന്ന ഒരു എഡ്ജ് നമ്മളുടെ കയ്യിലുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ വിയിൽ നിന്ന് നേരെ ഈ എഡ്ജ് ഇയും കൂടിയും ചേർക്കും. ഇനി w-ൽ നിന്ന് w2n + 1ന്റെ തൊട്ട് മുമ്പത്തെ വെർട്ടെക്സ് ഏതാണ്? w2n ഉണ്ട്, w2n - 1 ഉണ്ട്. അങ്ങനെ പോയിട്ട് എവിടെ എത്താം? wi-ലെത്താം. ഈ പാത്ത് നോക്കുക. ഈ പാത്ത് ഈ പാത്തിന്റെ ലെങ്ത് എന്തായാലും ഓഡായിരിക്കും. കാരണം ഈ പാത്ത് ഓടാണ്, ഈ പാത്തും ഒരേ ലെങ്ത് ഉണ്ടാവുക. കാരണം ഓഡ് നമ്പർ i ഈവൻ ആണെങ്കിൽ ഈ ഡിഫറൻസ് ഓഡായിരിക്കും, i ഓഡാണെങ്കിൽ ഡിഫറൻസ് ഈവൻ ആയിരിക്കും. അപ്പൊ ഇതെന്താണ്? അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ വരിക.
ഇതിനോട് ഇത് രണ്ടും ഏകദേശം ഒരുപോലത്തെ നമ്പർ ആയിരിക്കും. ഇത് ഓടാണെങ്കിൽ ഇത് ഓടായിരിക്കും, ഇത് ഈവൻ ആണെങ്കിൽ ഇത് ഈവൻ ആയിരിക്കും. രണ്ട് ഓഡ് നമ്പർ ആഡ് ചെയ്താലും രണ്ട് ഈവൻ നമ്പർ ആഡ് ചെയ്താലും ആൻസർ എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. ആ ഈവനോട് ഈ എന്നുള്ള എഡ്ജിന്റെ എണ്ണം കൂടിയും കൂട്ടിയാൽ എന്തായിരിക്കും? ഈ UI പാത്തിന്റെ ലെങ്ത് UI-യിൽ നിന്ന് WI-യിലേക്ക് വരുന്ന അത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ഇതെന്തൊരു സൈക്കിളായി മാറും. UI സൈക്കിളിന്റെ അല്ലെങ്കിൽ UI സൈക്കിൾ WI ഈക്വൽ ടു UI ആണല്ലോ, ഈ സൈക്കിളിന്റെ ലെങ്ത് എന്തായിരിക്കും? ഓടായിരിക്കും. അത് ആണ് നമ്മൾ കോൺട്രഡിക്ഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അതാണ്. ഇനി നിങ്ങൾ ആ നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോ കണ്ടിട്ട് ആ നോട്ട് മുന്നിൽ വെച്ചിട്ട് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ ചോദിക്കുക. ഓക്കെ.